ഇവിടെ ആരും ഇല്ല. എന്താ വീടിന്റെ അവസ്ഥ ഉണ്ടത്? അവിടെയൊക്കെ പോയി പോകാൻ വേണ്ടി അതെ, ഓട്ടോ ഓടാൻ വേണ്ടിയിട്ട് പോവാണ് രാവിലെ. കൊച്ചിന് നല്ല ഉറക്കം. മോനെ വാ, ഇവിടെ ഇന്ന് ഓടാൻ പോണോടാ. ഇത് നല്ല മഴയാടാ. ചെയ്യാ നല്ല മഴ. നമുക്കൊന്ന് പുറത്തേക്ക് പോകാം. AC റോഡിലും ഒക്കെ ഒന്ന് മഴ കാണാൻ പോവാം. മഴവെള്ളം, വെള്ളപ്പൊക്കം, മഴവെള്ളം കാണാൻ പോവാം. എനിക്കിങ്ങനെ ഇങ്ങനെ ഒഴുകുന്ന വെള്ളം കാണാം. ഒഴുകുന്ന വെള്ളം കാണാം. ഒഴുകുന്ന വെള്ളം ഒരു മഗ് എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചാ ഒഴുകുന്ന വെള്ളം. അത് ഇന്ന് പോകണ്ട, വേണമെങ്കിൽ ഉച്ച കഴിഞ്ഞ് പോയിക്കോ, അതിന്റെ വൈകിട്ട് പോയിക്കോ. ഇപ്പൊ നീ വാങ്ങേണ്ടത് ഇത്തിരി വെള്ളത്തില് പെട്ടിങ്ങനെ കിടക്കുന്നത്, അതിനിടയ്ക്ക് വെള്ളപ്പൊക്കം കാണാൻ പോണമെന്ന് ഇത് മനസ്സറിയില്ല. നമുക്ക് അവരെ ആശ്വസിപ്പിക്കാം. എന്താ ആശ്വസിപ്പിക്കാം? വെള്ളപ്പൊക്കം പോകാം. ഞാൻ എന്റെ കാക്കിയൊക്കെ മാറ്റട്ടെ. ഓട്ടോക്കാർ ഞാൻ പോകുക. ഇപ്പൊ ഓട്ടോ ഷോട്ടൊക്കെ ഇട്ട് ഒരുങ്ങിയല്ലോ. നിനക്ക് രാവിലെ പറയാൻ പറ്റും. അന്നേ ഞാൻ ഉടുപ്പ് മാറ്റട്ടെ. നേരത്തെ പറയാൻ ഞാൻ ഇതൊന്നും എടുത്ത് ഇടത്തില്ലായിരുന്നു. ഞാൻ ഉടുപ്പ് മാറ്റിട്ട് വരാം. പുതിയ ബിരിയാണി കട കൊള്ളാവാ. പറയാൻ പറ്റില്ല. ബിരിയാണി അവന്റെ ചോദിച്ചു നിങ്ങൾ എപ്പോ വരുന്നു. അപ്പൊ അമർന്ന് 1 മാസം കഴിഞ്ഞ് ചോദിച്ചു. അപ്പൊ കഴിച്ചേ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ നല്ല അടിപൊളി ചാറ്റൽ മഴ പെയ്യുന്നു. ഓട്ടെ, വെള്ളം വെച്ചപ്പോ കാണിച്ചു തരാം ഗൈസ്. പോളി കണ്ടത്. ഇത് നോക്കി വെള്ളം കയറിയ സിറ്റുവേഷൻ കണ്ടത്. അവിടെയൊക്കെ കണ്ടത് കടയൊക്കെ മൂങ്ങി കണ്ടോ. ഇവിടെ വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാന്ന് തോന്നിയിരിക്കുന്നുണ്ടത്. അടിപൊളിയായിട്ട് അടിപൊളി. അവർക്ക് ഭയങ്കര ഇതായിരിക്കും. കക്ക നടക്കുന്നുണ്ടോ? കക്ക ചാക്കി ഇങ്ങനെ നടക്കുവാണ്. അതെന്തിനാ എന്തിനാന്ന് വെച്ചാൽ ഇതുപോലെ ചാക്കി ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ദേ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. ഞങ്ങൾ കോട്ടിടാൻ പോകാമായിരുന്നു. ഇല്ലെങ്കിൽ പണി പാടുകളൊക്കെ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് നിർത്തേണ്ട വരും. താറാവിനെ കണ്ട തോറാവ് ഇഷ്ടംപോലെ തോറാവ്. അതെ, നമ്മൾ രണ്ടുപേരും മഞ്ഞക്കോട്ടിട്ടുണ്ട്. അപ്പൊ പോയിട്ട് വരാം. നമുക്ക് ഇതിലേക്കൂടെ തന്നെ വിഷയം വെള്ളം. എഞ്ചിനിലൊക്കെ വെള്ളം കയറുവാടാ. നമ്മളോണ്ടില്ല ചാൻസില്ലാതില്ല. ഇതുണ്ടോ ഇവിടെ ആരും ഇല്ല. എന്താ വീടിന്റെ അവസ്ഥ ഉണ്ടത്? വീട്ടിനകത്ത് ഭയങ്കര അവസ്ഥയാണ്. ഒന്നും വേണ്ട സാധനങ്ങള് ഓണത്തിനിടയ്ക്ക് കുത്തി വെച്ചോളൂ. ഓണത്തിനിടയ്ക്ക് കുത്തി വെച്ചോളാം. അതും പോലെ ഇരിക്കുന്നതായാലും കേട്ടല്ലേ.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണിക്കാൻ പറ്റില്ല. വീടിന്റെ എത്ര വലിയ കൊട്ടാരം വെച്ചാലും ഇതൊക്കെയാണ് അവസ്ഥ. വലിയ മുട്ടക്കാട്ടൻ വീട്. വെള്ളത്തിന്റെ നടുക്ക് അവിടെയൊക്കെ പോയി ചായപ്പിടി ശോകം അവസ്ഥയാണ് കണ്ട. ദയനീയ ശോകം. വീട് പിടിക്കുന്ന എന്തിനാണ്? നടുക്കൂടെ ഒന്ന് പോടാ. എന്താണേലും ചാടി ഇറങ്ങണമെങ്കിൽ അവിടെ. ഇവിടെ ഇതുവഴി യാത്ര ചെയ്യുന്നവർ, ഇവിടെ വണ്ടികൾ വേറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നടുക്കത്തെ വരയിൽ കൂടെ രണ്ട് സൈഡിലാണ് വെള്ളം കൂടുതൽ. അപ്പൊ നടുക്കിടെ വെള്ളം കുറഞ്ഞു. കുളത്തിന്റെ ഒന്നും നടുക്കൂടെ സഞ്ചരിക്കരുത്. കുളത്തിലൊക്കെ നടുക്കായിരിക്കും വെള്ളം കൂടുതൽ. തിരിച്ചുവിടാനാ എന്തായാലും വിളംബരം വന്നു. ഇവിടെ എത്തുമ്പോണ്ടേ നമ്മള് സൈഡിൽ കൂടെ വെള്ളമാണോ? രക്ഷയില്ല. നമ്മൾ തിരിച്ചു വെള്ളമാണല്ലോ അങ്ങോട്ട്. അപ്പൊ ഇവിടത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വിഷമിച്ചിരിക്കുക. അവിടെയൊക്കെ ഓരോരുത്തരെ എൻജോയ് ചെയ്യുക. ഈ റോഡിലൊന്നും കാറുമായിട്ടൊന്നും വരാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷയം വെള്ളമാണ്. നമ്മൾ ഷോയൊക്കെ കാണിച്ചു പോയി. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴയൊക്കെ അങ്ങ് പോകും. പിന്നെ വണ്ടി ശരിയാക്കാൻ ഭയങ്കര പാടായിരിക്കുന്നുണ്ട്. ഒരേ ആൾക്കാരൊക്കെ വണ്ടിയെ കുറിച്ചും പോകുന്നുണ്ട്. നല്ല അടിപൊളി വെള്ളമുണ്ട്. വണ്ടി പോകുന്നു, വണ്ടിക്കകത്തൊക്കെ വെള്ളം കയറുന്നുണ്ട്. മീൻ കാണും, മീൻ വരാലൊക്കെ കാണും. ഇങ്ങോട്ടൊക്കെ വണ്ടി എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തം വിഷയമാവും. വെറുതെ എന്തിനാണ്? വണ്ടി വരുന്നുണ്ടോ? ഇപ്പം ഗൈസ് നമ്മള് വെച്ച കാല് പുറകോട്ടില്ല എന്ന് പറയുന്നത് പോലെ വണ്ടി ആയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളുടെ അഡ്വഞ്ചറസ് ഒരു എന്തുവാണ് അതിന് പറയുന്നത്, അഡ്വഞ്ചറസ് ഒരു ടാസ്ക് ഏറ്റെടുക്കാൻ പോവുകയാണ്. എന്താവുന്നൊന്നും അറിയത്തില്ല. വെള്ളം കൂടിയത് ഈ വേലിയേറ്റം അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ പ്ലാൻ ചെയ്യട്ടെ എന്നിട്ട് പറയാം. പുള്ളി ഇതുവഴിയൊക്കെ ചെയ്തു. അപ്പോഴേ നമ്മൾ ഇതുവഴി ഇങ്ങനെ പോകാന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം എന്താകും. കയറി നമുക്ക് എന്താണെന്നില്ല, നമ്മള് ഫുട്പാത്തിൽ കൂടി യാത്ര ചെയ്യാൻ പോകണേ. അപ്പൊ നോക്കാം എന്താവും സിറ്റുവേഷൻ. ഇവിടെ വിഷയം വെള്ളമാണല്ലോ. അവിടെ പറ്റത്തില്ല, നല്ല വെള്ളമാണ്. ആദ്യം നമുക്കൊരു ബൈക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നുണ്ടോ നോക്കാം. ഇല്ലടാ, ഇതേ ലോറി വരെ മുങ്ങിയ വരുന്നത്. ഇത് കാറൊക്കെ കണ്ടപ്പോ അതിച്ചിരി വിഷയമാണെന്ന് സൈഡ് പിടിച്ചാൽ സൈഡ് പിടിക്കാനും പറ്റത്തില്ല. തിരുനിറയിലോട്ടൊന്നും ആരും വരാതിരിക്കുന്നതാണ് നല്ലത്. നല്ല വെള്ളപ്പൊക്കമാണ് ഇത്. ആരും വരണ്ട, യാത്ര വളരെ സുഖമില്ല. നമുക്ക് വെള്ളത്തിൽ കാണാൻ പറ്റുമോ? നേരെ പോകാനുള്ള സെറ്റപ്പുണ്ട്. നേരെ പോകാൻ പറ്റും. പറ്റും. വെള്ളം കൂടുതലാണോ? വെള്ളം കൂടുതലാണെന്ന് തോന്നുന്നു.
ഇവിടെയുള്ള ഒരു എവിടെ പോകണം ഇപ്പൊ പറയുന്ന കാരണം പോകാൻ പറ്റത്തില്ല ഗൈസ്. പറഞ്ഞു ഗൈസ് നമുക്ക് വെളിയ നാട്ടിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ആരും വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങരുത് ഗൈസ്. അതാണ് പോകാൻ വേണ്ടി വെളിയിലിറങ്ങി കണ്ടോ. സ്റ്റോപ്പ്. അങ്ങോട്ട് ആരും പോകരുത്. എന്നിട്ട് അവിടെ ഇങ്ങോട്ട് ആൾക്കാർ എന്തായാലും എന്റെ ആളിയെ ക്യാമ്പിലോട്ട് പോകാനുള്ള സിറ്റുവേഷൻ മറ്റേ ക്യാമ്പിലേക്ക് പോവുമായിരിക്കും കണ്ടോ. എല്ലാരും തുണിയും കെട്ടും ചെറുക്കി ഇതുങ്ങളെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പം പിന്നെ പശുണ്ട് ഓരോരുത്തരും ഒരു ലോറി വന്ന് നമ്മളെ തെറിപ്പിച്ചു നമ്മുടെ ഒരു ലോറി ചേട്ടൻ ഇപ്പം അണ്ണാച്ചിനെ ഇവിടെ വേലി ഏറ്റം വേലി ഇറക്കം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ചിലപ്പോ ഇവിടെ വേലി നമ്മളിപ്പോ പള്ളിയാണെന്ന് തോന്നുന്നു. എന്റെ കേരളം എന്റെ കേരളം പാട്ടുണ്ടായിരുന്നല്ലോ കേരനില്ല വെള്ളച്ചാടി വാരും റോഡിൽ മൊത്തം അങ്ങോട്ട് ഒന്നും പോകാൻ വയ്യ കേരനിരകളാണ്. ആവീസില് ഓണത്തിന്റെ ഇടയിൽ ഇല്ല മീനൊന്നും ഇല്ല. നമ്മൾ ഈ ചൈനയിലൊക്കെ പോകുമ്പോഴത്തേക്ക് വേണം ഒരു വീഡിയോ പിടിച്ചിട്ട് നിന്റെ പറഞ്ഞില്ല. ഇല്ല ഇല്ല നമ്മള് AC റോഡില് തണുപ്പൊക്കെ കൊണ്ടിട്ട് ചായ അടിക്കാൻ വേണ്ടി വന്നു. മഞ്ഞപ്പൊട്ടും മഞ്ഞപ്പഴം